എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും 11 മണിയായപ്പോൾ എണീറ്റു. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഈ ഓഫ് ഡേ നമുക്കൊന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റു. കേർട്ടനൊക്കെ ഒന്ന് മാറ്റി സൂര്യപ്രകാശം വന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് ചീവി വെച്ചു. ഉള്ള ചെടകളൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ തന്നെ അറിയാം എത്ര വേദനിക്കുന്നു എന്ന്. പിന്നെ ഞാൻ ഓർത്തു ബെഡിലിരിക്കുന്ന സാധനങ്ങളൊന്ന് അടുക്കി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ബെഡും ഒക്കെ നീറ്റായിട്ട് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വാട്ടർമെലൺ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചെടികളെയും പിന്നെ എൻ്റെ കുറച്ച് മാഗ്നറ്റ്സിനെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മാഗ്നറ്റ്സ് ആണെങ്കിൽ കെട്ടിയവന് പെർഫ്യൂംസാണ്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഹാളിൽ ഇരുന്ന് എൻ്റെ അമ്മായിമ്മയുടെ കൂടെ കുറച്ച് കുശികളൊക്കെ പറഞ്ഞ് ഫുഡ് കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ എൻ്റെ നീസ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ കളിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ അവളുടെ റൂമിൽ പോയി ഇങ്ങനെ അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവളുടെ ഒരേ ചിത്തിയല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ദിവസം അവിടെ ഉണ്ടായി.